ഗൈസ്, നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് ടോപ്പിക് നമ്മൾ വീഡിയോ കണ്ടന്റ് ആയിട്ട് നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ പല മക്കൾക്കും ആ കണ്ടന്റ് റീച്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് നമ്മുടെ ലൈവിലായിട്ടും അതേപോലെ മെസ്സേജ് ആയിട്ടും ചോദിക്കാറുണ്ട്. പലരും പല കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ചിലർക്ക് ആപ്ലിക്കേഷനോട് റിലേറ്റീവ് ആണ്, ചിലർക്ക് ഇന്റഗ്രലിന്റെ പ്രോപ്പർട്ടി ആണ്, ചിലർക്ക് ആദ്യം പഠിപ്പിച്ച റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് ആണ്. സോ ഇതെല്ലാം നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് വീഡിയോസ് ഒക്കെ. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് പിക്ക് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോവാണ്. ഈ ഒറ്റ വീഡിയോ നമ്മൾ റിലവന്റ് ആയിട്ടുള്ള എക്സാമിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള വീഡിയോസ്. അപ്പൊ ആ വീഡിയോസ് നമ്മൾ ചെയ്യുന്ന ഇത്ര മാത്രമേ ഉള്ളൂ. ഓരോ വീഡിയോക്ക് നമ്പർ ഇട്ടുണ്ടാവും. ആ നമ്പർ ഇട്ട വീഡിയോസ് നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചൂസ് ചെയ്ത് ഇഷ്ടമുള്ള ടോപ്പിക് പഠിക്കാൻ പറ്റും. ആ വീഡിയോസ് ഏതൊക്കെ നമുക്ക് നോക്കാം സാറേ. നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് നിങ്ങൾ ചൂസ് ചെയ്യാം. ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആണ് ബോർഡ് എക്സാമിന് വേണ്ടിയിട്ടുള്ളത്. സോ അതിൽ ഫസ്റ്റ് വൺ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്. എന്തായാലും ഫംഗ്ഷൻസിൽ 1 on 2 ഇൻവേഴ്സ്, ഈ 3 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം ബോർഡ് എക്സാമിന് എനിക്ക് തോന്നുന്നു മോഡൽ എക്സാമിന് അടക്കം ഇൻവേഴ്സ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ ഒരു ലീനിയർ ഫംഗ്ഷൻ 1 ആണെന്ന് on 2 ആണ്. പിന്നെ ഇൻവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ളത് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഒന്നാമത്തെ വീഡിയോ ആയിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് കാണാൻ പറ്റുക. രണ്ടാമത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിന്റെ സിംപ്ലസ്റ്റ് ഫോം. നമുക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. പ്രിൻസിപ്പൽ വാല്യൂ കണ്ടുപിടിക്കാൻ എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ റിഡക്ഷൻ ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് പ്രിൻസിപ്പൽ വാല്യൂ റേഞ്ച് കണ്ടുപിടിക്കാനൊക്കെ നമ്മൾ എല്ലാവരും ചെയ്യുന്നതാണ്. പക്ഷേ സിംപ്ലസ്റ്റ് ഫോം കണ്ടുപിടിക്കാൻ നേരത്ത് എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്ന് പല മക്കൾ കൺഫ്യൂസ്ഡ് ആണ്. സോ ആ കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ, ചില രീതിയിൽ എക്സ്പ്രഷൻ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ടുള്ള അടിപൊളി സിംപ്ലസ്റ്റ് ഫോമിന്റെ ക്വസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ ആ രണ്ടാമത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ. സോ നിങ്ങളുടെ കമന്റിൽ നമ്മുടെ ഈ ഡിസ്ക്രിപ്ഷനിൽ രണ്ടാമത്തെ വീഡിയോ ആയിട്ട് ഇൻവേഴ്സ് ട്രിഗണോമെട്രിയുടെ സിംപ്ലസ്റ്റ് ഫോമിന്റെ വീഡിയോ ആണ്. പിന്നെ ഡിറ്റർമിനൻസിൽ 90% നമുക്ക് ഉറപ്പിക്കാൻ പറ്റും സൊല്യൂഷൻ ഓഫ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് യൂസിങ് മെട്രിക്സ് മെത്തേഡ്. നമുക്ക് 6 മാർക്കിന് ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവാറുണ്ട്. സോ 6 മാർക്കിന് വീഡിയോ ഡിറ്റർമിനൻസിൽ 6 മാർക്കാണ്. 6 മാർക്കിന് വീഡിയോ മിക്കവാറും തന്നെയായിരിക്കും. സോ എങ്ങനെയാണ് മെട്രിക്സ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ് മൂന്നാമത്തെ വീഡിയോ ആയിട്ട് നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാൻ പറ്റാം. നാലാമത്തെ വീഡിയോ പറഞ്ഞാൽ കണ്ടിന്യൂറ്റി ഓഫ് എ ഫംഗ്ഷൻ. ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കണ്ടിന്യൂറ്റിയുടെ കംപ്ലീറ്റ് കൺസെപ്റ്റ് മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ ആ വീഡിയോ ചെയ്തിട്ടുള്ളത്. സോ കണ്ടിന്യൂറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൽ വരുന്നുണ്ട്. എന്താക്കാം വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കണ്ടിന്യൂറ്റിൽ ഓൾമോസ്റ്റ് ഒരു ഞാൻ പറയുന്നു ഒരു 50 അല്ല ഒരു 80% നിങ്ങൾക്ക് എന്താക്കാം അതിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ടാവും. പിന്നെ ലാസ്റ്റ് വരുന്നതാണ് കണ്ടിന്യൂറ്റി ഗ്രാഫിക്കൽ അപ്രോച്ച്. ഗ്രാഫിക്കലി നമ്മൾ കണ്ടിന്യൂറ്റി ഞങ്ങൾ അപ്രോച്ച് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം എന്നാണ് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. കണ്ടിന്യൂറ്റിക്ക് 2 വീഡിയോ വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വരുന്ന നെക്സ്റ്റ് 6ാമത്തെ വീഡിയോ. ഇപ്പോൾ നമുക്ക് 4ാമത്തെയും 5ാമത്തെയും വീഡിയോ കണ്ടിന്യൂറ്റിയുടെ വീഡിയോസ് ആണ്. ഇനി 6ാമത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. അതായത് ഡിഫറൻഷിയേഷനിൽ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക് ആണ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് വരുന്നത്. അവിടെ പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഡിഫറൻ്റ് ആയിട്ട് വരുന്ന PYQ അടക്കം നല്ല ഹെവി ലെവലിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ആ കാണുന്ന എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് 6ാമത്തെ വീഡിയോ, പ്രൂവ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ടൈപ്പിൽ വരുന്നത്. ഓക്കെ, പിന്നെ വരുന്നതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് ടോപ്പിക്കിൽ മാക്സിമം മിനിമ. എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ് മാക്സിമം മിനിമ. കുറച്ച് ഹെവി വെയിറ്റേജ് ഉള്ള ഒരു ടോപ്പിക്കാണ്. അതിൽ കുറെ വേർഡ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു ലാസ്റ്റ് എക്സസൈസിൽ. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും ഈ സിലിണ്ടറും റെക്ടാങ്കിളും സർക്കിൾ എന്നൊക്കെ പറഞ്ഞിട്ട് മാക്സിമം മിനിമന്റെ വേർഡ് പ്രോബ്ലംസ് എല്ലാവർക്കും എപ്പോഴും ഡിഫിക്കൽട്ട് ആയിട്ടാണ്. ലൈവിൽ എപ്പോഴും കുട്ടികൾ ആവശ്യപ്പെടുന്നതാണ്. സോ അതിന്റെ ഒരു ഇതാണ് 7ാമത്തെ വീഡിയോ. ലിങ്ക് നിങ്ങൾക്ക് താഴെ കാണാം. ഇന്റഗ്രൽസിന്റെ പാർഷ്യൽ ഫ്രാക്ഷൻസ് ഇത് നിങ്ങൾ ഏത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുക, അതിൽ പാർഷ്യൽ ഫ്രാക്ഷൻസ് ഇന്റഗ്രേഷൻ പാർഷ്യൽ ഫ്രാക്ഷൻ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ഉണ്ടാവും. ഈ x/x+1 x+2 എന്ന് പറഞ്ഞിട്ട് അത് ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള. സോ അത് വളരെ ഷോർട്ട് കട്ടിലൂടെ വളരെ എളുപ്പത്തിൽ ആർക്കും ചെയ്യാൻ പറ്റുന്ന ഇന്റഗ്രേഷൻ നിങ്ങൾക്ക് ഒന്നും അറിയില്ലെങ്കിലും അത് കണ്ടു കഴിഞ്ഞാൽ പാർഷ്യൽ ഫ്രാക്ഷനിലെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. സോ അങ്ങനെ ചെയ്യാൻ വേണ്ടി എളുപ്പമാവുന്ന ഒരു വീഡിയോ ആണ് 8ാമത്തെ വീഡിയോ. 9ാമത്തെ വീഡിയോ ഇതേപോലെ തന്നെ ഈ പാർഷ്യൽ ഫ്രാക്ഷൻ പോലെ തന്നെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇന്റഗ്രേഷൻ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാം. ഡെഫിനിറ്റ് ഇന്റഗ്രലിന്റെ പ്രോപ്പർട്ടി വെച്ച് ചെയ്യുന്ന ക്വസ്റ്റ്യൻ. ഡെഫിനിറ്റ് ഇന്റഗ്രൽ ലാസ്റ്റ് നിങ്ങൾ കുറെ പ്രോപ്പർട്ടി പഠിക്കുന്നുണ്ടല്ലോ. സോ ഓരോരോ പ്രോപ്പർട്ടിയും എനിക്ക് തോന്നുന്നു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഓരോരോ പ്രോപ്പർട്ടിയും കൃത്യമായിട്ട് എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അതിലുള്ള ക്വസ്റ്റ്യൻസും ഇതിലെല്ലാം ക്വസ്റ്റ്യൻസും ഉണ്ട് കേട്ടോ. കൺസെപ്റ്റ് മാത്രമല്ല, അതിന് റിലേറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയറിലും NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്. ഓക്കെ, ആൻഡ് ഫൈനലി വെക്ടർ ക്രോസ് പ്രൊഡക്റ്റ്. നേരത്തെ പറഞ്ഞ മെട്രിക്സിന്റെ ക്വസ്റ്റ്യൻസ് ഇല്ലേ, ഇതാ ഈ മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസിന്റെ ക്വസ്റ്റ്യൻസ്. മാത്സ് ഒന്നും അറിയാത്ത ആൾക്കാർക്ക് ജസ്റ്റ് പാസ് ആവണം. മീൻസ് വലിയ കാര്യങ്ങളൊന്നും എനിക്ക് ട്രിഗ്നോമെട്രി അറിയില്ല, എനിക്ക് ഡിഫറൻസിയേഷൻ അറിയില്ല, പാസ് ആവണം, എന്റെ കയ്യിലാണെങ്കിൽ ഒരു കാൽക്കുലേറ്റർ മാത്രമേ ഉള്ളൂ. സോ അങ്ങനെയുള്ള കുട്ടികൾക്ക് പറ്റിയ വീഡിയോ ആണ് ഈ ഡിറ്റർമിനൻസിലുള്ള സൊല്യൂഷൻ ഓഫ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസും അതേപോലെ തന്നെ വെക്ടറിന്റെ ക്രോസ് പ്രൊഡക്റ്റ്. സോ ക്രോസ് പ്രൊഡക്റ്റിൽ എന്തൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാം. ഇത് രണ്ടും കണക്റ്റഡ് ആണ് കേട്ടോ. ഡിറ്റർമിനന്റും വെക്ടറിന്റെ ക്രോസ് പ്രൊഡക്റ്റും തമ്മിൽ കണക്റ്റഡ് ആണ്. മീൻസ് അത് പഠിക്കുന്നവർക്ക് തീർച്ചയായിട്ടും എളുപ്പമായിരിക്കും.
ഓക്കെ, സോ ഇതിൽ നിന്ന് ഏതൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻ വരാം, ക്രോസ് പ്രോഡക്റ്റ് എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ഇതിന്റെ അകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഫൈനലി പ്രോബബിലിറ്റിന്റെ ബേസ് തിയറം. ബേസ് തിയറം നിങ്ങൾക്ക് അറിയാം, എന്തായാലും 4 മാർക്കിന് അല്ലെങ്കിൽ 3 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ബേസ് തിയറം ഉണ്ടാവും. സോ ഡിഫറന്റ് ആയിട്ടുള്ള NCERT ബേസ് തിയറം ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ റീസെന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് 11ാമത്തെ വീഡിയോ വരുന്നത്. സോ 11 വീഡിയോസിൽ നമുക്ക് ഓൾമോസ്റ്റ് പറയാൻ പറ്റും സാറേ, ഈ 11 വീഡിയോസ് കൃത്യമായിട്ട് പഠിച്ചാൽ നമ്മുടെ ബോർഡ് എക്സാമിന്റെ സ്റ്റൈൽ വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് പാസ് ആവാൻ എളുപ്പമായിരിക്കും. നല്ലൊരു മാർക്ക് 11 വീഡിയോസ് നിങ്ങൾക്ക് അറിയുന്നതാണെങ്കിൽ ഇതിൽ തന്നെയാണ് ക്വസ്റ്റ്യൻ വരുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതേപോലെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, ആ ലെവലിൽ വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിലിപ്പോ വരാത്ത സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു 3 ഡയമെൻഷൻ ജോമെട്രിയും LPP ഡിസ്റ്റൻസും LPP അത് ഷുവറാണ്. ആ ഡിസ്റ്റൻസ് ഫോർമുലയും അതേപോലെ തന്നെ LPP ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ളതും അത് ഉറപ്പായിട്ട് നമ്മൾ ടു ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ ഒരു സംഭവം കിടക്കുന്നുണ്ട് 3 ഡയമെൻഷൻ ജോമെട്രിയിൽ, പിന്നെ ഒന്ന് ഇതും കിടക്കുന്നുണ്ട്, ഒരു LPP-ന്റെ ഉണ്ട്. അപ്പോൾ ബോർഡ് എക്സാം ആകുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അതും കൂടി കവർ ചെയ്തിട്ട് നമ്മൾ ഒരു ഇതേപോലെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇടുന്നതാണ്. ഇനി അത് അറിയാത്ത ആൾക്കാർക്ക് ലൈവിലേക്ക് വരാം, ലൈവിൽ അടിപൊളിയായിട്ട് പഠിക്കാം. പിന്നെ അതേപോലെ ഫിസിക്സ് എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. ഫിസിക്സ് അത്യാവശ്യം നല്ല രീതിയിൽ ആണെന്നാണ് മനസ്സിലാക്കുന്നത്. മാത്സും അതുപോലെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പക്ഷെ നമ്മൾ എന്താക്കണം, എല്ലാ രീതിയിലും കവർ ചെയ്തിരിക്കണം. സോ അടിപൊളി രാത്രി ഒരു ലൈവ് ഉണ്ട്, മാത്സിന്റെ മാരത്തോൺ എല്ലാവർക്കും അറിയാം, എല്ലാവരും വരിക. അപ്പം നമുക്ക് എന്താക്കാം, അടിപൊളി മാത്സ് പ്രാവശ്യത്തെ മോഡൽ എക്സാം ബോർഡ് എക്സാം ക്രാക്ക് ചെയ്യാം. അടുത്ത വീഡിയോയിൽ പുതിയ ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരെ ബൈ.